പുനലൂർ മാർക്കറ്റ് ജംഗ്ഷന് സമീപത്ത് കൂടി പോകുന്ന യാത്രക്കാരും ജനങ്ങളും സമീപമുള്ള എക്സൈസ് വകുപ്പിന്റെ കോമ്പൗണ്ടിലേക്ക് അതിശയത്തോടെയാണ് നോക്കുന്നത്. മറ്റൊന്നുമല്ല, പൂത്ത് തളർത്ത് സ്വർണ്ണ ശോഭ പരത്തി കണിക്കൊന്ന പൂവിട്ടിരിക്കുന്നു. ഇതെന്താ നേരത്തെയെന്ന് അതിശയത്തോടെ മൂക്കത്ത് കൈവച്ച് ആശ്ചര്യപ്പെടുന്നവർ നിരവധി. വിഷുക്കാലത്ത് മാത്രമാണോ കണിക്കൊന്ന പൂക്കുന്നത്? കണിക്കൊന്ന എങ്ങനെയാണ് വിഷുക്കാലം എത്തിയത് അറിയുന്നത്? എന്നിങ്ങനെയുള്ള സംശയങ്ങളും നിരവധിയാണ്. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാവതില്ലേ എന്നാണ് കവി പാടിയത്. എന്നാൽ കണിക്കൊന്ന നേരത്തെ പൂവിടുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു വരാം. ശാസ്ത്രീയമായ അപഗ്രഥനത്തിലേക്ക് കടക്കാതെ തന്നെ കാര്യത്തിലേക്ക് വന്നാൽ പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കലും കായ്ക്കലുമൊക്കെ. വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ, 2 തവണ പൂക്കുന്നവ, 2 വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ എന്നിങ്ങനെ സസ്യങ്ങൾക്കൊക്കെ ജീവശാസ്ത്രപരമായ ഒരു താളമുണ്ട്. ആ താളത്തിനൊത്ത് തുള്ളുമ്പോഴാണ് വിഷുക്കാലത്ത് നാട്ടിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടുംവേനലിന് തൊട്ടുമുമ്പ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ട് നിൽക്കുകയും ചെയ്യുന്നതായാണ് ഏതാനും വർഷം മുമ്പ് വരെ കണ്ടിരുന്നത്. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷം എത്തുമെന്ന കണക്കും ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ശരിയായി വന്നിരുന്നു. കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ ഇന്ന് കണിക്കൊന്ന പൂക്കുന്നത് കാണാം. അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ അനുസരിച്ച് എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുന്നോ അപ്പോഴൊക്കെ കണിക്കൊന്ന പൂക്കും എന്ന സ്ഥിതിയാണ്. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം കൂടും. അങ്ങനെ ചൂടിന്റെ വർധനവും കൊന്ന പൂവിടുന്നതിനെ സ്വാധീനിക്കും. സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഇപ്പോൾ പൂക്കുന്നതിന്റെ കാരണവും ഇത് തന്നെ. ചില സ്ഥലങ്ങളിലൊക്കെ വർഷത്തിൽ മിക്ക മാസങ്ങളിലും കൊന്ന പൂത്തു നിൽക്കുന്നതായി കാണാം. പെയ്യാൻ പോകുന്ന മഴയുടെ ജലാംശം അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഏകദേശം 85 മുതൽ 95 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മണത്തറിയുവാൻ കണിക്കൊന്നയ്ക്ക് സാധിക്കുമെന്ന് ചില പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജലാംശത്തിന്റെ സാന്നിധ്യം പിടിച്ചെടുക്കുന്ന ബയോസെൻസർ അഥവാ ജൈവ വിവേചന ഘ്രാണശക്തി കണിക്കൊന്നയ്ക്ക് സ്വന്തമായി ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ്. കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം, ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വളരും. മലയാളികൾ ഇപ്പോൾ കേരളത്തിന് പുറത്തും കണിക്കൊന്ന നട്ടു വളർത്തുന്നുണ്ട്. ഇല പൊഴിയുന്ന മരമാണ് കണിക്കൊന്ന. ഇലയില്ലാത്ത ശിഖരങ്ങളിൽ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കും. കണിക്കൊന്ന 15 മീറ്റർ വരെ ഉയരത്തിൽ വളരും. 50 സെന്റിമീറ്റർ നീളമുണ്ടാകും പൂങ്കുലകൾക്ക്. 1/2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള കായ്കൾക്ക് ഇരുണ്ട തവിട്ട് നിറമാണ്. വിത്ത് വഴിയാണ് വംശവർദ്ധനവ്. മാർച്ചിൽ വിത്ത് പാകിയാൽ മഴക്കാലത്ത് നമുക്ക് തൈകൾ നടാം. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.